ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും ഷിട്ടു താത്തയും മറിയും കൂടി പുറത്താണ്. കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം, പിന്നെ വേറെ കുറച്ച് പർച്ചേസും കൂടി ഉണ്ട്. ഷിട്ടു ബസ് കയറിയിട്ട് ആകെ അന്തം വിട്ട് കുത്തിരിക്കും. എന്താ സംഭവം നമുക്ക് മനസ്സിലായി. ഹായ് ഗായ്സ്, അങ്ങനെ ഇന്ന് എനിക്ക് ദശ എടുക്കാൻ വന്ന കേട്ടോ. നിങ്ങളെല്ലാവരും കൂടിയും ഐഷുവിനെ കുത്തിയില്ല. ഐഷു സ്കൂളിലായതിനെ കൊണ്ട് ചെറിയ 2 പല്ല് വന്നിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് പല്ല് തോണ്ടിയോട് സമാധാനം. പല്ല് വന്നതിനെ കൊണ്ട് മമ്മഞ്ചി പല്ലട പറഞ്ഞോട് ഷാനൊക്കെ ഉണ്ടാക്കി തരാമൊക്കെ പറഞ്ഞിരിക്കണ്. മമ്മയ്ക്ക് അങ്ങനെ ഓരോ ഡഷൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് തരാം. ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തിരിക്കുന്നു. കണ്ടിട്ടാണെങ്കിൽ നക്കിയൊക്കെ ആയിട്ട് എന്തോ റെഡിങ്ങേഡാവുകയും ചെയ്യാം. ഇത് ലവ്ലാപ്പിന്റെ ഹിപ് സീറ്റ് ബേബി കാര്യം. നമുക്കിത് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഷോൾഡറിന്റെ ബാക്കിലും സൈഡിലും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷോൾഡർ സ്ട്രാപ്പിന് ഒരു പാഡ് വരുന്നതുകൊണ്ട് നമുക്ക് ഷോൾഡറിന് പെയിനും ഉണ്ടാവില്ല. പിന്നെ ഒരു കോട്ടൺ ബിബ് വരുന്നതുകൊണ്ട് ബേബീസിന്റെ ഹൈജീൻ അത് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഈ ഒരു ഹിപ് സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിരിക്കും ഇരിക്കുന്ന സമയത്ത്. പിന്നെ സൈഡിലൊരു പോക്കറ്റ് വരുന്നുണ്ട്, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ക്യാരി ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയലും ഭയങ്കര കംഫർട്ടബിളും ബ്രീത്തബിളും ആണ്. അങ്ങനെ എന്റെ ഡ്രസ്സൊക്കെ മമ്മ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മറിയൊക്കെ വേണ്ടിയിട്ടൊക്കെ നോക്കാം മമ്മ. അവൾക്ക് പിങ്ക് കളർ മാത്രമേ ഇഷ്ടമുള്ളൂ. അതിനെ കൂടെ പറയും എപ്പോഴും പിങ്ക് കളർ തന്നെ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പോഴവിടെ ആശ്വാസമായി. മമ്മ ഇത്ര ക്ഷമയായേ ഡ്രസ്സ് എടുക്കുന്നു. അമ്മ എന്നെ ഇതിലിട്ടോണ്ട് എനിക്ക് ഇങ്ങനെ നടക്കാൻ നല്ല സുഖമുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് കൊഞ്ഞോ ഞങ്ങൾ പിന്നെ ചായ കുടിച്ചാൻ പോയി. മമ്മയും ദീദു ഷഡ്വമ്മയൊക്കെ തിന്നിട്ട് ഇഞ്ചോട് കക്കിട്ട് മാത്രമേ തന്നില്ല. ഞാൻ എന്തോടെ കഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്ത് ആകെ കിട്ടിയ ഇത്. അതാണെ മടിയാക്കും വേണം പോലെ എന്താ ചെയ്യാ. ദീദീന്റെ ഷഡ്വമ്മയിൽ ചിക്കൻ ഇല്ലാത്ത അടുത്ത വിഷയം. നമുക്ക് കാബേജ് മാത്രമോ കിട്ടിയുള്ളൂ പോലെ. ഞാൻ പിന്നെ എനിക്കൊന്നും തിന്നാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച് കുത്തിക്കും. അപ്പോൾ എന്നെ നോണിപ്പിക്കാൻ വേണ്ടി വരും. ഉച്ചടിയാക്കി തരൂലെന്നൊക്കെ. നാളെ ഒന്ന് ക്ഷമിച്ചോക്കെ എങ്ങാണ് ബിരിയാണി കിട്ടിയാലോ വിചാരിച്ചിട്ട്. കണ്ടില്ലോ തരൂല. ഓളിന്റെ പറ്റിക്കേക്ക് അപ്പളേ അടിയേനും. അങ്ങനെ ഞങ്ങൾ പഠിശേഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഷിട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഇന്നത്തെ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, സൂപ്പറായിരുന്നു. ഇതുപോലത്തെ ട്രിപ്പ് ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നു. എല്ലാവരും ഷവർമ നിന്നപ്പോൾ എനിക്ക് മാത്രം തന്നില്ല. ഈ കക്കരി തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. മറ്റേ അന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എൻ്റെ പുതിയ ടിക്ടിക്ക് നോക്കട്ടെ. നല്ല ക്യൂട്ട് ഉണ്ടല്ലോ കാണാൻ. ബ്ലൂയും പിങ്കുവാ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഇവിടത്തോടു കൂടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ ബൈ. എൻ്റെ ചെയ്യുന്നു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.